സിമന്റിന്റെ സ്ഥിതി. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ഇതിനാണ് ഉറപ്പുള്ളത്? ഞങ്ങൾ ഇതിലാണോ ജീവിക്കേണ്ടത്? ഇത് ഉറപ്പുള്ളതല്ല. ഇത് അഴിമതിയുടെ ഈറ്റില്ലമാണ്. എന്തൊരു ദയനീയമാണ്. ചോർന്നൊലിച്ചുകൊണ്ടിരിക്കുന്നത്. അതും തൊട്ട് മുകളിൽ നിന്നുള്ള ബാത്റൂമിൽ നിന്നുള്ള വെള്ളം തൊട്ട് താഴത്തെ വീടിന്റെ അടുക്കളയിലേക്ക്. ആ പാവങ്ങൾ എന്തോരം പാത്രങ്ങൾ അവിടെ നിരത്തി വെച്ചേക്കണം, വെള്ളം ശേഖരിക്കാൻ വേണ്ടിയിട്ട് എന്തോരം തുണികൾ അതിനിടയ്ക്ക് തിരികെ വെച്ചേക്കണം. അതേപോലെ തന്നെ കറണ്ടിൻ്റെ വിഷയങ്ങൾ അവിടെ വരുന്നു, ട്രിപ്പായി പോകുന്നു. ആ പണിതേക്കുന്നതിൻ്റെ കണ്ടില്ലേ? ഇത് ചെയ്തേക്കുന്നത് ഏത് കോൺട്രാക്ടറാണേലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചേക്കണം, ഇതിന് വേണ്ടിയിട്ട് ചുക്കാൻ പിടിച്ചേക്കണം ഉദ്യോഗസ്ഥരും അവരുടെ സ്വത്തുകൾ കണ്ടുകെട്ടി ഇതിനുള്ളൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം, അല്ലേ? ഇപ്പോൾ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന UDF സർക്കാരിന് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യണം. പിണറായിയുടെ കാലത്ത് ചെയ്തുകൊണ്ടോ ഈ ഫ്ലാറ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടല്ല ഞാൻ പറയുന്നത്, പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടല്ല, അതാണ് ഇപ്പോഴും ഞാൻ പറയുന്നത്. പക്ഷേ ഇവരുടെ നാളെ ജൂൺ 1 തീയതി സ്കൂളുകൾ തുറക്കാൻ പോവുക. ഈ വീടുകളിൽ നിന്നും കുട്ടികൾ പോകുന്നില്ലേ, അവരുടെ അവസ്ഥ എന്തായിരിക്കും? ഇതിലും എത്രയോ ഭംഗിയായിട്ടായിരിക്കും അവർ ആ കോളനിയിൽ കടന്നിരുന്നത്. ഒന്നുമില്ലെങ്കിലും ചോർന്നൊലിക്കാത്ത രീതിയിൽ അവരത് കടന്നിട്ടുണ്ടാവുമല്ലോ. അതിലും കഷ്ടമായിട്ടുള്ള അഴുക്കുചാലിന് കടന്നതിനേക്കാളും അതിലും മോശമായിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ലേ അവർക്ക് ഇത് വന്നതെന്ന് നോക്കി. ഷോക്കടിച്ച് ചാകാൻ പാകത്തിന് കുറേ കറണ്ട് കമ്പികളും നിയമങ്ങൾ പാലിക്കാത്ത രീതിയിലുള്ള ബിൽഡിങ്ങും പണിത് വെച്ചേക്കണം. ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചേക്കുന്ന കുറച്ച് ഉദ്യോഗസ്ഥരുണ്ടല്ലോ, ഇത് ചെയ്തൊരു കോൺട്രാക്ടർ ഉണ്ടല്ലോ, ഇവനെയൊന്നും വെറുതെ വിടരുതെന്ന് ഞാൻ പറയുന്നത്. നമ്മുടെ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്ന UDF സർക്കാരിന് ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന കാര്യങ്ങൾ നമ്മൾ പുറത്തേക്ക് പറയുന്നു, അല്ലേ? നമുക്കിപ്പോൾ അതല്ല ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കിപ്പോൾ അവിടെ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവരുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ പറഞ്ഞത്, ഇവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റുമോ ആ ബിൽഡിങ് ചെയ്തു കൊടുക്കുക. ആ ബിൽഡിംഗ് മൊത്തം പൊളിച്ചു കളണമെന്ന് ഞാൻ പറയുന്നില്ല, അത് മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക. ഇനി അഥവാ മെയിൻ്റനൻസ് അല്ല മറ്റൊരു ഓപ്ഷൻ എന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കണം. നിങ്ങൾ ഇതിൻ്റെ ബാക്കി ഭാഗം കൂടെ ഒന്ന് കണ്ടു നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം. വളരെ ദയനീയം എന്ന് പറഞ്ഞാൽ വളരെ ദയനീയം. ഈ ഒരു അന്തരീക്ഷത്തിൽ താമസിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തോരോ അസുഖങ്ങൾ വരും, അല്ലേ? ആ കോളനി കടന്നവരെ എന്തിനാ അതിനകത്ത് നിന്ന് മാറ്റി പാർപ്പിക്കണം? എന്തിനാ? അവർക്ക് നല്ലൊരു ജീവിത സാഹചര്യം, നല്ലൊരു ജീവിത നിലവാരം വരാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? അതിലും ദയനീയം, അതിലും ശോചനീയം, അല്ലേ? കഴിക്കാൻ പറ്റൂല ഭക്ഷണം, ഒരു തുള്ളി പോലും കഴിക്കാൻ. അത്രയും ബാത്റൂമിന്റെ വെള്ളമാണ് ഇത്. നമ്മൾ അറിയാതെ ചെയ്യുന്നല്ലോ, അറിഞ്ഞ് നമ്മളതെങ്ങനെ കഴിക്കും? അറിയാതെ പോലും കഴിക്കാൻ പറ്റില്ല, പക്ഷെ അറിഞ്ഞിട്ട് നമ്മളിതെങ്ങനെ കഴിക്കും? നമ്മളും വാരി കൊടുത്ത് നമ്മുടെ മക്കൾക്ക് ഇതന്നെയല്ലേ വാരി കൊടുക്കണം. മുറ്റത്തോട്ട് ഇറങ്ങി നടക്കാൻ പറ്റില്ല, അവിടെ മൊത്തം സെപ്റ്റി ടാങ്കിന്റെയാണ്. ഈ സെപ്റ്റി ടാങ്കിന്റെ വെള്ളവും ചവിട്ടി ആ മലവിസർജനത്തിൽ കൂടുതൽ ഞങ്ങളുടെ മക്കൾ എങ്ങനെ ഓടി കിടക്കും? ഇതുങ്ങളെ കെട്ടിപ്പിടിച്ചിടാൻ പറ്റുമോ, അല്ലെങ്കിൽ പൂട്ടിയിടാൻ പറ്റുമോ? ഈ അനീതി ഇവിടെ പറ്റൂല. പിണറായി സർക്കാർ നിങ്ങൾക്ക് വലിയ രീതിയിൽ കൊട്ടിയാഘോഷിച്ചതാണ്. 8 മാസം കൊണ്ട് തീരേണ്ട പണി 6 വർഷം കൊണ്ടാണ് അവർ തീർത്തത്.